ഇന്ന് നമുക്ക് കിടിലൻ ഒരു പോത്ത് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടോ ഒരു അടിപൊളി പോത്ത് റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ നല്ലൊരു കിടിലൻ പോത്ത് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഉരുളിയിലായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചതച്ച വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാവേ. നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പോത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പോത്ത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തൊണ്ടമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ പോത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആ പോത്തിൻ്റെ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പോത്തിന് ഇടാനായിട്ടുള്ള തേങ്ങ നമ്മൾ ചെറുതായിട്ട് എടുക്കാം കേട്ടോ. ഇതിന് നമുക്ക് വറുത്ത് നമ്മുടെ പോത്ത് റോസ്റ്റിൽ ചേർത്ത് കൊടുക്കാനാണ്. ഇനി നമ്മൾ നമ്മുടെ പോത്ത് റോസ്റ്റ് ആയിട്ടില്ല, അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമ്മളതിലേക്ക് പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇട്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നമ്മൾ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില പുതിനയില എല്ലാം കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുവാണേ. പട്ട, ഗ്രാമ്പ്, ഏലക്കയൊക്കെ പൊടിച്ചത്. അടുത്തായിട്ട് നമ്മൾ വറുത്ത തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ, തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. നമ്മളൊരു പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് സംഭവം റെഡിയായിട്ടാ. നമ്മുടെ പോത്ത് റോസ്റ്റ് റെഡിയായി. നല്ല കിടിലൻ പോത്ത് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി വെക്കാൻ മറക്കണ്ട.